മക്കളെ, ഇന്ന് നമുക്ക് 7ാം ക്ലാസ്സിലെ മിഡ് ടേം ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, സൂചന ഗണ്ട് പഠിയും और प्रश्नों के उत्तर लिखें. പാരഗ്രാഫ് വായിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞത്. ഏഷ്യ का सबसे साफ सुथरा गाँव മാവ്ലിംഗ്ലോങ് മേഘാലയ में है. ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമമായ മാവ്ലിംഗ്ലോങ് മേഘാലയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. साल 2003 में इस गाँव को एशिया के सबसे साफ सुथरे गाँव के तौर पर चुना गया. 2003 വർഷം 2003 ഈ ഗ്രാമത്തിനെ ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമം എന്ന രീതിയിൽ അംഗീകരിക്കപ്പെട്ടു, തിരഞ്ഞെടുക്കപ്പെട്ടു. തൗർ പർ പറഞ്ഞ രീതിയിൽ ചുനാഗയ തിരഞ്ഞെടുക്കപ്പെട്ടു. इस छोटे से गाँव में प्लास्टिक पूरी तरह से प्रतिबंधित है. ഈ ചെറിയ ഗ്രാമത്തെ പ്ലാസ്റ്റിക് പൂർണ്ണമായും നിരോധിച്ചു. इस गाँव में जगह जगह बांस से बने हुए डस्टबिन लगाए गए हैं. ഈ ഗ്രാമത്തിൽ എല്ലായിടങ്ങളിലും മുള കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഡസ്റ്റ്ബിൻ സ്ഥാപിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നോക്കാം. ഏഷ്യ കാ സബ്സെ സാഫ് സുഥര ഗാവ് കോൺസാ ഹെ. ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമം ഏതാണ്? മാവ്ലിംഗ്ലോങ് അല്ലേ? ഏതാണ് ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമം പറഞ്ഞത്? മാവ്ലിംഗ്ലോങ്. മാവ്ലിംഗ്ലോങ് കഹാ സ്ഥിത് ഹെ. മാവ്ലിംഗ്ലോങ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മേഘാലയ. എവിടെയാണ്? മേഘാലയ. മാവ്ലിംഗ്ലോങ് കോ കബ് ഏഷ്യ കെ സബ്സെ സാഫ് സുഥരെ ഗാവ് കെ തൗർ പർ ചുനാ ഗയ. എപ്പോഴാണ് ഏഷ്യയുടെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമം എന്ന രീതിയിൽ അതിനെ തിരഞ്ഞെടുക്കപ്പെട്ടത്? 2003. മാവ്ലിംഗ്ലോങ് में पूरी तरह से क्या प्रतिबंधित है. മാവ്ലിംഗ്ലോങ്ങിൽ പൂർണ്ണമായും നിരോധിച്ച വസ്തു എന്തായിരുന്നു? പ്ലാസ്റ്റിക്. മാവ്ലിംഗ്ലോങ് में किससे बने हुए डस्टबिन लगाए गए हैं. എന്തുകൊണ്ടുണ്ടാക്കിയ ഡസ്റ്റ്ബിനാണ് അവിടെ സ്ഥാപിച്ചിരുന്നത് എന്നാണ് ചോദ്യം. എന്തുകൊണ്ടുണ്ടാക്കിയതാണ്? ബാംസ് അല്ലേ? ബാംസ് സേ ബനെ ഡസ്റ്റ്ബിൻ. അടുത്ത നോക്കാം, രണ്ടാമത്തെ ആക്ടിവിറ്റി. കവിതാംശ പഠയും और അനുബന്ധ പ്രശ്നമൊക്കെ ഉത്തർ ലിഖിയും. കവിത വായിച്ചിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞത്. സൂരജ് അപ്പനി ആഗ് സേ ഇത്തന പ്യാർ കരേ കി വഹ് ദേ സകേ ആഗ് ദുനിയാ കോ ഭി. കവിത സേ സമാനാർത്ഥക ശബ്ദ ലിഖിയും. കവിതയിൽ നിന്നും സമാനാർത്ഥമുള്ള ശബ്ദം തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞത്. സൂര്യ, സംസാർ, അഗ്നി. സൂര്യൻ എന്നതിനുള്ള സമാനാർത്ഥം വരുന്നത് ഏതാണ്? സൂരജ്. ഏതാണ്? സൂരജ്. അതാണ് ഫസ്റ്റ്. രണ്ടാമത്തത് സംസാർ. സംസാർ ദുനിയ. സംസാർ പറഞ്ഞാൽ എന്താണ്? ദുനിയ. അഗ്നി. അഗ്നിക്ക് ഏതാണ്? അഗ്നിക്ക് ആഗ്. ഏതാണ് അഗ്നിക്ക്? ആഗ്. ഓക്കെ. കവിതാംശക്ക് ആശയ ലിഖിയും. ഈ കവിതയുടെ ആശയം നിങ്ങൾക്ക് എഴുതി തന്നിട്ടുള്ളതാണ്, അത് തന്നെ പഠിക്കുക. അടുത്തത്, സാഫ് സഫായി ഹമാര ജിമ്മേദാരി ഹെ സ്വച്ഛതാ സേ രഹനെ പർ സ്വസ്ഥ ജീവൻ ഹി സക്തേ ഹെ. സ്വച്ഛതാ പർ ഏക് നാരാഗീത് തയ്യാർ കരേ. ഒരു നാരാഗീതാണ് തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അത് തന്നെ പഠിച്ചാൽ മതി. ഇതാ നാരാഗീത് കോ ആകെ ബഡായേ. സ്വച്ഛ രഹോ തും സ്വസ്ഥ ബനോ പ്രകൃതി കോ തും അപ്പനാലോ ഹരിയാലി കാ ഗീത് രജോ തും യുദ്ധ ഹവാ കോ അപ്പനാലോ. ഓക്കെ, അപ്പോൾ അതാണ് നാരാഗീതായിട്ട് വരുന്നത്. ഇതിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്, നാരാഗീത് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞു. തീർച്ചയായിട്ടും വീഡിയോ ഫുള്ളായിട്ട് കാണുക, നന്നായിട്ട് പഠിക്കുക. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിലുള്ളത്. മിഡ് ടേം മോഡൽ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക, ലൈക്ക് ചെയ്യുക. ഓക്കെ.